ഇടുക്കി ഏലപ്പാറ ചെമ്മണ്ണിൽ കുടിയൊഴിപ്പിക്കൽ നടപടിക്കെതിരെ ആത്മഹത്യാ ഭീഷണിയുമായി കുടുംബങ്ങൾ. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് 2 വീടുകളാണ് ഒഴിപ്പിക്കുന്നത്. സ്ഥലത്തിന്റെ ഉടമ അവകാശവുമായി ഹെലിബറിയ എസ്റ്റേറ്റ് കോടതിയെ സമീപിച്ച് അനുകൂല ഉത്തരവ് വാങ്ങിയെടുക്കുകയായിരുന്നു. ഇതേ സ്ഥലത്തിന് തങ്ങൾക്കും പട്ടയം ലഭിച്ചിട്ടുണ്ടെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. രാഹുൽ സുരേഷ് സ്ഥലത്തുണ്ട്. രാഹുൽ, എന്താണ് സംഭവം? ഏലപ്പാറ ചെമ്മണ്ണിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കുകയാണോ ഇവിടുത്തെ ആളുകൾ? സ്മൃതി, ഹെലിബറിയ എസ്റ്റേറ്റും ഇവിടുത്തെ തൊഴിലാളികളും നമ്മൾ ഏറെ കാലമായി വസ്തു തർക്കം നിലനിൽക്കുന്നുണ്ട്. ഈ ഹെലിബറിയ എസ്റ്റേറ്റ് പറയുന്നു ഈ കാണുന്ന ഭൂമിയെല്ലാം ഹെലിബറിയ എസ്റ്റേറ്റിന്റെ ആണെന്ന് പറയുന്നു. അവർക്ക് അതിനകത്ത് പട്ടയമുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഈ തൊഴിലാളികൾ വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്ത് വരുന്ന ആളുകളാണ്. അവർക്ക് കൃത്യമായ ആനുകൂല്യങ്ങളൊന്നും തന്നെ ഇവിടെ നിന്ന് ലഭിക്കുകയും ചെയ്തിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇവർക്കും ഈ സ്ഥലത്തിന് പട്ടയം ലഭിക്കുകയും ഈ കാണുന്ന വീട് ഉൾപ്പെടെ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഇവർക്ക് ലഭിച്ച വീടുമാണ്. ഏറ്റവും ഒടുവിൽ 22 കുടുംബങ്ങളെയാണ് ഇവിടെ നിന്നും ഒഴിപ്പിക്കേണ്ടത്. അതിൽ 2 വീടുകൾ ഒഴിപ്പിക്കാനാണ് ഇപ്പോൾ റവന്യൂ വകുപ്പും പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിരിക്കുന്നത്. പക്ഷേ ഈ വീട്ടിൽ നിന്നും ഒഴിയാൻ തയ്യാറല്ല എന്നാണ് ഈ കുടുംബാംഗങ്ങൾ പറയുകയും ചെയ്യുന്നത്. എന്താണ് ഈ ഒഴിയാൻ തയ്യാറല്ല എന്ന് പറയാനുള്ള കാരണം എന്താ? അതെ, എനിക്ക് പട്ടയമുണ്ട്, ഞാൻ കരവടയ്ക്കുന്നുണ്ട്, വില്ലേജ് കരവടയ്ക്കുന്നുണ്ട്. ഭാര്യയുടെ പേരിലാണ് ഈ സ്ഥലം. ലൈഫ് മിഷന് എനിക്ക് കിട്ടിയ വീടാണ്. പിന്നെ അതുപോലെ തന്നെ വില്ലേജ് കരവടയ്ക്കുന്നുണ്ട്, വീട്ടുകാരൻ പഞ്ചായത്തിൽ അടയ്ക്കുന്നുണ്ട്. ലൈഫ് മിഷനിലുള്ള മുഴുവൻ റെക്കോർഡുകളും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇതിന് കരവടയ്ക്കുന്നത്. എനിക്ക് 3 സെൻറ്റ് ഭൂമിയുണ്ട്. ലൈഫ് മിഷനിൽ കിട്ടിയ വീടാണ്, എൻ്റെ ഭാര്യയുടെ പേരിലാണ് കിട്ടിയത്. അത് കാരണം കൊണ്ട് യാതൊരു കാരണവശാലും ഞാൻ വീട്ടിൽ നിന്ന് ഒഴിയത്തില്ല. നിർബന്ധിച്ച് ഒഴിപ്പിക്കലാണെങ്കിൽ ഒരു 10-25 ഗുണ്ടകളെ കൊണ്ടുവന്നിട്ടുണ്ട്. കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്, 10-25 ഗുണ്ടകളെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഹെലിബറിയ, വള്ളക്കടവ്, ചിന്നാർ, ചെമ്മണ്ണ്, ഒരു 25 ഒരു കമാൻഡ് നിറച്ച് ഗുണ്ടകളെ അവർ ഞങ്ങളെ ഒഴിപ്പിച്ച് ഞങ്ങളെ കൊല്ലാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് പോലീസ് അല്ലാതെ നിൽപ്പുണ്ട്. പോലീസ് അവർക്ക് സപ്പോർട്ടാണ്. ഏതാ ഗുണ്ടകൾക്ക് സപ്പോർട്ടാണ്. കാരണം അവർ മഷാഫീസിലുണ്ട്. പോലീസ് അവർക്ക് സപ്പോർട്ടാണ്. നടപടിയായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും ഈ കുഞ്ഞും ഉൾപ്പെടെ ഇവിടെ മരിക്കും, ഈ വീട്ടിൽ മരിക്കും. ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല. ഞങ്ങൾക്ക് ശമ്പളം തരാനുണ്ട്, ഞങ്ങൾക്ക് സർവീസ് തരാനുണ്ട്, ഞങ്ങൾക്ക് PF അടയ്ക്കാനുണ്ട്. ഇതൊന്നും ഇവൻ അടച്ചിട്ടില്ല. ഞങ്ങൾ 2 പേരും ഈ എസ്റ്റേറ്റിലെ പെർമനന്റ് തൊഴിലാളികളാണ്. അവരുടെ പ്രതികരണം തേടി ഇപ്പോൾ വീടുകൾ ഒഴിപ്പിക്കുന്ന നടപടിയിലേക്ക് കടക്കുമ്പോൾ വലിയ പ്രതിഷേധം, ആത്മഹത്യാ ഭീഷണി മുഴക്കുകയാണ് അവിടുത്തെ തൊഴിലാളികൾ.